ക്യാമറ പൊങ്ങി വരുന്നു സാർ. ക്യാമറ പൊക്കണോ താഴ്ത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. ക്യാമറ താഴെ വെക്ക്. വെച്ചു സാർ. ഇത് ഗ്രീസ്. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നിരിക്കുന്ന ശാന്തസുന്ദരമായ ഒരു രാജ്യം. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഗ്രീസിൽ നിന്നും. ഗ്രീസിലെ മീറ്റ് ബോൾസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മീറ്റ് ബോൾ ചെയ്യുമ്പോൾ എന്തായാലും മീറ്റ് വേണ്ടേ. 250 ഗ്രാം ചിക്കൻ മിൻസ് ചെയ്തതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബീഫും പോർക്കും വെച്ചിട്ട് ഇത് ചെയ്യാം. യൂഷ്വലി ബീഫും പോർക്കും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു 3/4 കപ്പ് ബ്രെഡ് ക്രംസ് വേണം, അതായത് റൊട്ടിപ്പൊടി. പിന്നെ ഒരു മീഡിയം സൈസ്ഡ് ഉള്ളിയുടെ പകുതി ചെറുതാക്കി മുറിച്ചത്. പിന്നെ 2 വെളുത്തുള്ളി അല്ലി. പിന്നെ ഒരു മുട്ട വേണം, ഒരു ചെറിയ മുട്ട മതി കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക്, ലെമൺ സെസ്റ്റ് ഒരു പിഞ്ച്, പിന്നെ വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്. നമ്മളെപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ഇടുന്ന പിരിക്കാനാവാത്തൊരു കോംബോ ഇല്ലേ, മല്ലിയും പുതിനയും. പക്ഷേ കറി അല്ലെങ്കിൽ കോഫ്ത ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുതിന ഒഴിവാക്കാറാണ് പതിവ് അല്ലേ. പക്ഷേ ഈ റെസിപ്പിയിൽ മല്ലിയുടെ കൂടെ പുതിനയും വരുന്നുണ്ട്. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ ഇതുപോലെ നടന്നാൽ മതിയാ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, ഒലീവ് ഓയിൽ. ഗ്രീക്ക് റെസിപ്പീസിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒലീവ് ഓയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മിക്സ് ചെയ്ത വെളുത്തുള്ളിയും ചെറുതാക്കി മുറിച്ച ഉള്ളിയും കൂടി ഒലീവ് ഓയിലിൽ ഒന്ന് വഴറ്റി മാറ്റി വെക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ മീറ്റ് മിക്സ് ചെയ്യുന്നത്. മീറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്ത മീറ്റ്, ബ്രെഡ് ക്രംസ്, വഴറ്റി മാറ്റി വെച്ച ഉള്ളി, പുതിന, മല്ലി, ലെമൺ സെസ്, ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, ഉപ്പ്, പിന്നെ ഒരു മുട്ട, പിന്നെ പാല്, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഈ മീറ്റ് മിക്സ് ചെയ്യുമ്പോൾ കട്ടിയായി പോവുകയാണെങ്കിൽ അതിലേക്ക് പാലോ ഒലീവ് ഓയിലോ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി അതുപോലെ നന്നായിട്ട് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി മൈദപ്പൊടിയിലൊന്ന് കവർ ചെയ്തിട്ട് വേണം വറുത്ത് കോരാൻ. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഈ മീറ്റ് ബോൾസ് തയ്യാറാക്കി എടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ മീറ്റ് ബോൾസ് അതിലിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഗ്രീസിൽ ഇതിനെ മീറ്റ് ബോൾസിന് കെഫ്റ്റത്തസ് എന്നാണ് പറയുന്നത്. അവരിത് കഴിക്കുന്നത് ഗ്രീക്ക് യോഗേർട്ട് വെച്ചിട്ടുള്ളൊരു ഡിപ്പുണ്ട്, ജാത്സിഗി എന്നാണ് അതിന് പറയാം. ഇനി ഡിപ്പൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. Τώρα τελειώσει η δική μου υπομονή. Πλάι σου τόσο καιρό ξετόριασα. Τώρα βρήκα τη χαμένη θαλπορή στην καινούργια γκόμενα που φόλιασα. Μπορώ دلم τώρα نمیخواد دیگه نمیخوام ببینمت. برو دلم جای دیگه. അപ്പം നമ്മുടെ കെഫ്റ്റത്തസ് അല്ലെങ്കിൽ ഗ്രീക്ക് മീറ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ട് ചെയ്ത റെസിപ്പികൾക്കായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക. എന്താ പറഞ്ഞേ? സമ്മതിച്ചോന്നു? ഓ പിന്നെ സമ്മതിച്ചു. ഇല്ലടോ.